നമസ്കാരം. സ്ത്രീകൾക്ക് KSRTC-യിലെ ഓർഡിനറിയിൽ സൗജന്യ യാത്ര എന്ന് വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ റിനി ആൻഡ് ജോർജ് ആ പ്രഖ്യാപനത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. റിനി തന്റെ ഫേസ്ബുക്കിൽ കുറിച്ച പ്രതികരണം വളരെ വലിയ രീതിയിൽ തന്നെ ചർച്ചയാണ്, വൈറലാണ്. ആദ്യം തന്നെ ഞാൻ ആ പ്രതികരണം ഒന്ന് വായിക്കാം. സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര അനുവദിക്കുന്ന തീരുമാനം സ്വാഗതാർഹമാണ്. എങ്കിലും ചില ആശങ്കകൾ പങ്കുവെക്കാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്ത്രീ ശാക്തീകരണം ആണ് നമ്മുടെ സമൂഹത്തിൽ നടപ്പാക്കേണ്ടത്. സ്ത്രീകൾക്ക് ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യാനും ജീവിക്കാനുമുള്ള അവകാശമാണ് ഉറപ്പാക്കേണ്ടത്. എല്ലാ തൊഴിലിടങ്ങളിലും സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുകയും തുല്യവേതനം ലഭ്യമാക്കുന്നതുമാണ് സ്ത്രീ ശാക്തീകരണ പ്രക്രിയയുടെ ആധാരമെന്ന് ഞാൻ കരുതുകയാണ്. പുരുഷന്മാരെ പോലെ തന്നെ സ്വന്തം ഇഷ്ടങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും അനുസരിച്ച് അവൾക്ക് ജീവിക്കാൻ സാധിക്കണം. സ്ത്രീ വെറുമൊരു ശരീരമെന്ന ധാരണയിൽ നിന്ന് മാറി അവളൊരു വ്യക്തിയാണെന്നും അവളുടെ അഭിപ്രായങ്ങൾക്ക് തുല്യമായ പരിഗണന ലഭിക്കേണ്ടതാണ് എന്ന ധാരണ സമൂഹത്തിൽ ഊട്ടിയുറപ്പിക്കാൻ കഴിയണം. അവൾക്ക് പുരുഷന് തുല്യമായ ഒരു നിലനിൽപ്പ് ഈ സമൂഹത്തിൽ ഉണ്ടാകുക എന്നതാണ് പരമപ്രധാനം. സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര എന്നത് സമൂഹത്തിൽ സ്ത്രീ പുരുഷ സ്പർദ്ധ വളർത്താൻ ഒരു കാരണമാകുമോ എന്നൊരു ആശങ്കയുണ്ട്. ഉയർന്ന ശമ്പളമുള്ള ഒരു സ്ത്രീക്ക് യാത്ര സൗജന്യം ലഭിക്കുമ്പോൾ നിത്യവൃത്തിക്ക് കഷ്ടപ്പെടുന്ന ഒരു പുരുഷന് അത് നിഷേധിക്കപ്പെടുകയാണ്. സ്ത്രീ ആയതുകൊണ്ട് മാത്രം സൗജന്യങ്ങൾ നൽകുന്നു എന്ന തരത്തിൽ പുരുഷന്മാർക്കിടയിൽ സ്ത്രീ വിരുദ്ധത സൃഷ്ടിക്കാനും ഇതൊരു കാരണമായേക്കാം എന്നാണ് പറയുന്നത്. സ്ത്രീ ശാക്തീകരണം നടപ്പിലാക്കുക എന്ന് തന്നെയാണ് റിനി പറയുന്നത്. ഇതിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഇനിയിപ്പോ ഓർഡിനറി ബസ്സിൽ സ്ത്രീകൾ സൗജന്യമായി യാത്ര ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മെൻസ് അസോസിയേഷൻ ഒക്കെ പറയുന്നത് ഞങ്ങൾ ആ വാഹനം തടയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ വാഹനം തടയരുതെന്നാണ് മെൻസ് അസോസിയേഷന്റെ അധ്യക്ഷനോടും ഭാരവാഹികളോടും എനിക്ക് പറയാനുള്ളത്. വേറെ ഒന്നും കൊണ്ടല്ല, കേരളത്തിലെ എല്ലാ ബസ്സിലും ഞങ്ങൾക്ക്, അതായത് കേരളത്തിലെ എല്ലാ KSRTC ബസ്സിലും ഞങ്ങൾക്ക് സൗജന്യമായിട്ട് യാത്ര അനുവദിക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ മേനോൻ മുഖ്യമന്ത്രി ഈ നമ്മുടെ കേരളത്തിലെ മുഴുവൻ സ്ത്രീകളെയും വഞ്ചിച്ചിരിക്കുകയാണ്, പറ്റിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ കലിപ്പിലാണ് അവർ ഇപ്പോൾ ഓർഡിനറിയിൽ യാത്ര ചെയ്യാൻ പോകുന്നത്. ഓർഡിനറിയിൽ തിങ്ങി നിറങ്ങിയായിരിക്കും യാത്ര ചെയ്യുക. ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അതിനിടയിലാണ് ചങ്ക് വിരിച്ചു നിന്ന് നമ്മുടെ വട്ടിയൂർക്കാവിലെ മെൻസ് അസോസിയേഷന്റെ ഒരു മൂപ്പരുണ്ടല്ലോ, പുള്ളിയൊക്കെ പോയി വണ്ടി തടയാൻ പോയി നിൽക്കുന്നത്. ആ കലിപ്പ് മുഴുവൻ നിങ്ങളുടെ മേത്ത് തീർക്കാനാണ് സാധ്യത. അതുകൊണ്ട് തൽക്കാലത്തേക്ക് അങ്ങോട്ടേക്ക് പോകാതിരിക്കുന്നതാകും ആരോഗ്യത്തിന് നല്ലതെന്ന് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുക എന്ന ഒരു പോളിസിയിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വാഗ്ദാനം ഇന്ദിരാ ഗ്യാരണ്ടിയിൽ എഴുതി ചേർത്തത് അത് തന്ത്രപരമായിട്ടുള്ള ഒരു നീക്കമായിരുന്നു. ഞാൻ പലപ്പോഴും പല വാർത്തയിലും പറഞ്ഞിട്ടുള്ളതാണ്. ഏറ്റവും കൂടുതൽ അറിയാമല്ലോ നമ്മുടെ ഈ കേരളത്തിലുള്ളത് സ്ത്രീകളാണ്, സ്ത്രീ വോട്ടർമാരാണ്. അപ്പൊ അതുകൊണ്ട് അവരെ പിടിച്ചിട്ടുണ്ടെങ്കിൽ കാര്യം നടക്കുമെന്ന് വി.ഡി. സതീശൻ സംഘത്തിന് അറിയാമായിരുന്നു. ഞങ്ങൾ വാഷിംഗ് മെഷീൻ തരാം, മറ്റു തരാം, മറിച്ച് തരാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കർണാടകയിലും തെലങ്കാനയിലും ഒക്കെ പലരും അറിയാലോ വോട്ട് പിടിക്കാൻ വേണ്ടി ഇറക്കുന്ന തന്ത്രത്തിന്റെ വേറെ രൂപമാണത്. പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതി പറയുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ ഈ കിഴക്കമ്പലത്ത് 2020 എന്ന് പറയുന്ന സാബുവും ജേക്കബിന്റെ ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നല്ലോ. മൂപ്പര് വോട്ട് പിടിച്ചുകൊണ്ടിരുന്നത് ഒരു ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് പുള്ളി ഇട്ടേക്കായിരുന്നു. അപ്പോൾ തന്റെ വാർഡിലുള്ള ആളുകൾക്ക് മാത്രം ഈ പറയുന്ന ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിലൂടെ കുറച്ച് വില കുറവിൽ സാധനങ്ങൾ ലഭിക്കും, അതിന് പക്ഷെ എന്റെ പാർട്ടിയിൽ ചേരണം എന്നതായിരുന്നു അദ്ദേഹം കൊടുത്ത വാഗ്ദാനം. അപ്പൊ സ്വാഭാവികമായിട്ടും ജനങ്ങളൊക്കെ അന്ന് നല്ലൊരു കാര്യമാണല്ലോ എന്ന് വിചാരിച്ച് ഈ വാഗ്ദാനത്തിൽ പോയി ചാടുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. പൊതുവെ പിന്നീട് എന്താണ് സംഭവിച്ചത്? അവിടെ ഈ പറയുന്ന ആളുകൾ ചെല്ലുന്നു, അവരുടെ മുമ്പിൽ, അതായത് ഈ സാബുവിന്റെ മുമ്പിൽ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ആളുകൾക്ക് അവരുടെ പ്രതികരണ ശേഷിയും അവരുടെ സ്വാതന്ത്ര്യവും ഒക്കെ അടിയറവ് വെക്കേണ്ടി വന്നു. ഒരു അടിമയെ പോലെ അവർക്ക് ജീവിക്കേണ്ട അവസ്ഥയൊക്കെ പിന്നീട് ഉണ്ടാവുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ സ്വാഭാവികമായിട്ടും അതുപോലെ ഒരു സാധനമാണ് നമ്മുടെ വി.ഡി. സതീശനും പറ്റിയത്. സാബു ഇറക്കിയത് പോലെ ഒരു വേറെ സാധനം. സാബു ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റാണ് കൊണ്ടുവന്നതെങ്കിൽ മൂപ്പര് കൊണ്ടുവന്നത് ഇന്ദിരാ ഗ്യാരണ്ടിയാണ്. അങ്ങനെ ഈ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയുന്ന ഈ സംഭവമൊക്കെ മുന്നോട്ടേക്ക് എടുത്തു വെച്ചു. സ്ത്രീകളെല്ലാം ഇത് നടപ്പിലാകും എന്ന് വിചാരിച്ച് അതിലേക്ക് വന്ന് ചാടി. അപ്പൊ ഈ സാബു ഇടയ്ക്കിടയ്ക്ക് ഒരു കാര്യം പറയായിരുന്നു. സാബു എവിടെ പോയി, ഇപ്പൊ ഏത് പഞ്ചായത്തിൽ മത്സരിക്കാൻ ചെന്നാലും സാബു പറയും ഞാനിവിടെ ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് വരും എന്ന് പറയും. ഒരു ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റും വന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പക്ഷെ ജനങ്ങൾ അവിടെ ഉണ്ടല്ലോ, കിഴക്കമ്പലത്ത് ഓൾറെഡി ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവിടെയും വരും എന്ന് വിചാരിച്ച് അവർ വോട്ട് ചെയ്തു. അവിടെയൊക്കെ ഈ പറയുന്നത് പോലെ പഞ്ചായത്തൊക്കെ സാബുവിന്റെ പാർട്ടി പിടിച്ചടക്കുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷെ ഇന്നും ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് വന്നില്ല. ഈ സെയിം തിയറി തന്നെയാണ് നമ്മുടെ വി.ഡി. സതീശനും പയറ്റുന്നത്. അതായത് കർണാടകയിൽ ഞങ്ങൾ നടത്തുന്നുണ്ട്, അപ്പൊ ഞങ്ങൾ ഇവിടെ നടത്തും എന്ന് പറയുകയാണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ എന്താണ് അങ്ങനെ നടക്കുന്നില്ല. മാത്രമല്ല നമ്മൾ പോയി അന്വേഷിക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത്, കർണാടകയിൽ ഇത് കാര്യക്ഷമമായിട്ട് നടക്കുന്നില്ല എന്നുള്ളത്. അതായത് കിഴക്കമ്പലത്ത് എല്ലാവർക്കും സൗജന്യമാണെന്നാണ് സാബു പറഞ്ഞുകൊണ്ടിരുന്നത്, ഈ ഫുഡും പരിപാടിയൊക്കെ. അവിടെ ചെന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പുള്ളിയുടെ പാർട്ടിയിലുള്ള ആളുകൾക്ക് മാത്രമേ ഇത് കിട്ടുന്നുള്ളൂ എന്ന്. സമാനമായിട്ടുള്ള രീതിയിലുള്ള സംഭവമാണ് വി.ഡി. സതീശൻ ഇവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ
അതിൽ സ്ത്രീകളൊക്കെ വന്ന് ചാടുന്നു. അപ്പോൾ ഈ സ്ത്രീകൾക്ക് വോട്ടുള്ളത് കൊണ്ട് മാത്രം അവരെ വീഴ്ത്തുക എന്ന ലക്ഷ്യം വെച്ച് മാത്രമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത് പോലും. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് അടക്കം ഫ്രീ ആക്കി കൊടുക്കാമായിരുന്നല്ലോ. അപ്പൊ അതായിരുന്നു ഇതിൽ ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് സ്ത്രീ ശാക്തീകരണം ഒന്നും സത്യം പറഞ്ഞ ഈ സർക്കാർ ലക്ഷ്യമിട്ടിരുന്നില്ല. സ്ത്രീ ശാക്തീകരണമായിരുന്നുവെങ്കിൽ അങ്ങനെ ആയിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും റിനി പോലും അന്ന് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ ചെന്നപ്പോൾ റിനിക്ക് നേരെ അവിടെ കുറെ പ്രവർത്തകരും നേതാക്കളും ഒക്കെ കൂവി വിളിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു. അങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇനി ആ സംഭവിച്ച കാര്യം വലിയ വാർത്തയാവുകയും ചെയ്തിരുന്നു. അങ്ങനെ അത് മോശമായി പോയെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു നമ്മൾ കേട്ടോ? അല്ലെങ്കിൽ ആ മന്ത്രിസഭയിൽ ആരെങ്കിലും പറഞ്ഞു നമ്മൾ കേട്ടോ? ഇല്ല. വകതിരിവുള്ള കുറെ ആളുകളൊക്കെ പറഞ്ഞു കേട്ടു കേട്ടോ. അല്ലാതെ വേറെ ആരും തന്നെ പറഞ്ഞ് നമ്മൾ കേട്ടില്ല എന്നുള്ളതാണ്. സ്ത്രീ ശാക്തീകരണം അതാണ് ഇവരുടെ ഉദ്ദേശമെങ്കിൽ സ്വാഭാവികമായും അറിയാമല്ലോ, ഈ രാഹുൽ മാങ്കൂട്ടത്തിന് കൊട പിടിച്ചു കൊടുക്കുന്ന ഒരു പോലീസുകാരൻ നമ്മൾ കണ്ടു. അപ്പൊ ദിലീപ് മറ്റേ ഹൈക്കോടതിയിൽ നിന്ന് കുറ്റമുക്തരാക്കപ്പെട്ടിട്ടുണ്ട്. എന്നാലും ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹവും ഈ പറയുന്ന പോലെ ഒരു വലിയ കേസിലെ പ്രതിയുമായിരുന്നു. അപ്പോൾ അവർക്ക് കൊട പിടിച്ചു കൊടുക്കുന്ന കേരള പോലീസിലെ ഉദ്യോഗസ്ഥർ നമ്മൾ കാണുന്ന സാഹചര്യം ഉണ്ടായി. വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നു. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന UDF സർക്കാർ അവർക്കെതിരെ നിലപാട് സ്വീകരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടോ? ഇല്ല. എന്തിന് ഈ ദിലീപ് വലിയ രീതിയിൽ തന്നെ പ്രതിയെ ഈ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സമയത്തും ദിലീപിനെ കൊണ്ടുപോയി ആഘോഷമാക്കിയ നേതാക്കൾ ഇപ്പോഴും ഇല്ലേ ആ മന്ത്രിസഭയിൽ? ഇപ്പോഴും ഇല്ലേ MLA മാരായിട്ട് അവിടെ ഇരിക്കുന്നില്ലേ UDF പല ആളുകളും? എന്തിന് ചില ആളുകൾ രാജ്യസഭയിലും ഇല്ലേ? അപ്പൊ അതുകൊണ്ട് സ്ത്രീ ശാക്തീകരണം അത് ഈ ഒരു സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. സ്ത്രീ ശാക്തീകരണം അല്ലെങ്കിൽ സ്ത്രീകൾ ഉയർത്തിക്കൊണ്ട് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതിയും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. മറിച്ച് എല്ലാത്തിനെയും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ കണ്ണിലൂടെ കാണുന്ന ഒരു സർക്കാരിനെയാണ് നമുക്ക് പൊതുവെ ഇവിടെ കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിലും കോൺഗ്രസില് സ്ത്രീകൾക്ക് ഒരു രീതിയിലുള്ള സ്വാതന്ത്ര്യവുമില്ല, കോൺഗ്രസിൽ നിന്ന് ഒരിക്കലും ഒരു സ്ത്രീക്ക് നീതി കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ്? കോൺഗ്രസിൽ തന്നെയുള്ള പല നേതാക്കളുമാണ്. പത്മജ വേണുഗോപാലൊക്കെ കോൺഗ്രസ് വിടുന്ന സമയത്ത് കോൺഗ്രസിനെ പറ്റി പറഞ്ഞതൊന്നും ഞാനിവിടെ പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അത്രത്തോളം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി സ്ത്രീകൾക്കെതിരാണ് എന്നുള്ളത് തന്നെയാണ് ഓരോ ആളുകളും ഈ പാർട്ടി വിടുമ്പോൾ പറഞ്ഞു വെക്കുന്നത് എന്നുള്ളതാണ്. അവരുടെ അവകാശങ്ങൾ, അവരുടെ നീതി, അവരുടെ ഈക്വാലിറ്റി ഇതൊന്നും ഒരിക്കലും കോൺഗ്രസ് ചിന്തിച്ചിട്ടില്ല എന്ന് ഓരോ ഘട്ടത്തിലും ഓരോ കാലഘട്ടത്തിലും നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്, അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഈ KSRTC ബസ്സിൽ സൗജന്യ യാത്ര അനുവദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മേഖല പൂർണ്ണമായും തകർന്നടിയും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. അതിനെ ഈ പറയുന്നത് പോലെ പിടിച്ചു നിർത്താൻ വേണ്ടി മറ്റു പല കാര്യങ്ങളുമാണ് ചെയ്യേണ്ടിയിരുന്നത്. ആ KSRTC ബസ്സിന് അതിനെ തന്നെ കുരുതി കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഒത്തിരി ആളുകൾ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. ഇനി സ്ത്രീകൾക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റുമായിരുന്നു, പക്ഷെ അതൊന്നും ഇവിടെ ഈ പറയുന്ന സർക്കാർ നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ്. സ്ത്രീ ശാക്തീകരണം എന്ന് 24 മണിക്കൂറും പറയുകയല്ലാതെ അത് പ്രവർത്തിച്ച് എന്തായാലും കോൺഗ്രസിന്റെ ഭാഗത്ത് നമ്മൾ കാണുന്നില്ല. എന്തായാലും റിനി ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ള പ്രതികരണം എന്ന് പറയുന്നത് അതൊരു ഒന്നൊന്നര പ്രതികരണം തന്നെയാണ്. റിനിയെ പോലുള്ള ആളുകൾ നടത്തുന്ന പ്രതികരണങ്ങൾ അത് ശരിക്കും ചർച്ച ചെയ്യേണ്ടതാണ്, മാധ്യമങ്ങൾ പോലും ചർച്ച ചെയ്യേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യില്ല. നമ്മുടെ മാധ്യമങ്ങൾ അത്തരം വിഷയങ്ങളിൽ ഒരു രീതിയിലുള്ള ജനപക്ഷത്ത് നിന്ന് സംസാരിക്കുന്ന സമീപനവും സ്വീകരിക്കില്ല. ഇപ്പോ റിനി ഈ പറഞ്ഞിട്ടുള്ള വാർത്ത എങ്ങനെ വളച്ചൊടിച്ച് റിനിയെ എങ്ങനെ സൈബർ വെട്ടുക്കിളികൾക്ക് ഇട്ടുകൊടുക്കാം എന്നാകും പലരും ചിന്തിക്കുന്നത്. ഇപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ക്യാപ്സ്യൂളുകൾ ഇറങ്ങും. റിനിക്കെതിരെയുള്ള സൈബർ ആക്രമണങ്ങൾ ഇപ്പോൾ തന്നെ ആ പേജിന് അടിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതിന് മുമ്പിലൊന്നും കീഴ്പ്പെടാതെ റിനി അതിനൊക്കെ എതിരെ പോരാടിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ ശാക്തീകരണമുണ്ട്. അത് സത്യത്തിൽ ഈ ഗവൺമെന്റ് കണ്ടുപിടിക്കേണ്ട ഒന്ന് തന്നെയാണ്. പലപ്പോഴും VD സതീശൻ പറയാറുണ്ടല്ലോ, അതായത് ഒരു രീതിയിലും ഈ സ്ത്രീകളെ ആക്രമിക്കരുത്, നമ്മൾ വെച്ചു ഉറപ്പിക്കില്ല എന്നൊക്കെ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ. എന്റെ പൊന്നു VD സതീശൻ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയോ? നിങ്ങളുടെ പ്രവർത്തകരെ പിടിച്ചു നിർത്തുക. നിങ്ങളുടെ പ്രവർത്തകരെ തനി സ്വഭാവം പറയണമെങ്കിൽ ഇതുപോലുള്ള പല സ്ത്രീകളുടെയും കമന്റ് ബോക്സ് മാത്രം ഒന്ന് പരിശോധിച്ചാൽ മതി. പിന്നെ നീലക്കുയിൽ പോലുള്ള ടീമുകളെയൊക്കെ ഉപയോഗിച്ച് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാൻ വേണ്ടി പ്രൊമോഷൻ നടത്തിയ നിങ്ങളിലേക്ക് അടുത്ത് വെറുതെ വായിട്ടലച്ചിട്ട് ഒരു കാര്യമില്ല എന്നറിയാം. പക്ഷെ എന്തായാലും റിനി പറഞ്ഞ കാര്യം അത് 100% അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.